പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ സിയേറ ലിയോണിൽ കത്തോലിക്ക വൈദികരിൽ ഭൂരിഭാഗവും ഇസ്ലാം മതസ്ഥരുടെ മക്കളാണെന്ന് വെളിപ്പെടുത്തൽ. രാജ്യത്ത് ദീർഘകാല മിഷണറിയായി സേവനം ചെയ്യുകയും പിൽക്കാലത്ത് മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയും ചെയ്ത ബിഷപ്പ് നത്താലെ പഗനെല്ലിയാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. സഹനങ്ങളിലൂടെ കടന്നുപോകുന്ന മനുഷ്യരെ മറക്കരുതെന്ന് ഫ്രാൻസിസ് പാപ്പ. കത്തോലിക്ക സംഘടനയായ അസിയോണ കത്തോലിക്ക പ്രതിനിധികൾക്ക് ഇന്നലെ ഏപ്രിൽ 25 വ്യാഴാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച കൂടിക്കാഴ്ചയിലാണ് പാപ്പയുടെ ഓർമ്മപ്പെടുത്തൽ. UN ജനറൽ അസംബ്ലിയിൽ സംസാരിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ സെപ്റ്റംബറിൽ അമേരിക്കയിലേക്ക് പോകാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. ഫ്രഞ്ച് കത്തോലിക്ക പത്രമായ ലാ ക്രോയിക്സ് ആണ് വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഇത് വത്തിക്കാൻ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ നിന്നും ഇത് സംബന്ധിച്ച് സൂചന നൽകുന്നുണ്ട്. പൂക്കളുടെ മാസം എന്നും അറിയപ്പെടുന്ന മെയ് മാസം കന്യാമറിയത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് കത്തോലിക്ക സഭ. ക്രിസ്ത്യൻ സോഷ്യൽ നെറ്റ്വർക്കായ ഹോസാന അസോസിയേഷൻ 1 മില്യൺ റോസസ് ടു മേരി എന്ന പേരിൽ ലോകമെമ്പാടുമായി നടത്തുന്ന പ്രാർത്ഥനാ ക്യാമ്പയിൻ ആരംഭിച്ചു. 15 പേരടങ്ങുന്ന സംഘങ്ങളെ ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്കായി സമർപ്പിക്കുവാനും ക്ഷണിച്ച വാഴ്ത്തപ്പെട്ട പോളിൻ ജെറിക്കോട്ടിന്റെ ലിവിംഗ് ജപമാല എന്ന പ്രയോഗത്തിൽ നിന്നാണ് ഈ ആശയം പ്രചോദനമായിരിക്കുന്നത്. പാകിസ്ഥാനിൽ ക്രിസ്ത്യൻ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് മതം മാറ്റി വിവാഹം ചെയ്തു. 15 വയസ്സുള്ള മുസ്കാനെയാണ് മതം മാറ്റി നിർബന്ധിതമായി വിവാഹം കഴിച്ചത്. അലി എന്നയാളാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പിതാവ് വെളിപ്പെടുത്തി.